യുദ്ധങ്ങൾ അവസാനിപ്പിക്കാനുള്ള സംഭാവനകൾ കണക്കിലെടുത്ത് ഡൊണാൾഡ് ട്രംപിന് ഫിഫ സമാധാന പുരസ്കാരം. ഗാസ സമാധാന പദ്ധതി, റഷ്യ യുക്രൈൻ സംഘർഷം അവസാനിപ്പിക്കാനുള്ള ശ്രമം എന്നിവ കണക്കിലെടുത്താണ് ട്രംപിന് പുരസ്കാരം. ഫിഫ സമാധാന പുരസ്കാരം തനിക്ക് ലഭിച്ച ഏറ്റവും വലുതും പ്രധാനപ്പെട്ടതുമായ അംഗീകാരമെന്നാണ് ഈ പുരസ്കാരത്തെ ട്രംപ് വിശേഷിപ്പിച്ചത്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെയും ട്രംപ് പരാമർശിച്ചു. ഇതുപോലെ പല സംഘർഷങ്ങളും യുദ്ധത്തിലേക്ക് എത്തുന്നതിന് മുൻപ് അവസാനിപ്പിക്കാൻ കഴിഞ്ഞുവെന്ന് ട്രംപ് തന്റെ പ്രസംഗത്തിൽ അവകാശപ്പെട്ടു. ഫിഫയുടെ പ്രഥമ സമാധാന പുരസ്കാരമാണിത്. കായിക രാഷ്ട്രീയ ലോകത്ത് ഇത് വൻ ചർച്ചയായിരിക്കുകയാണ്. വാഷിംഗ്ടണിലെ ലോകകപ്പ് മത്സരക്രമ പ്രഖ്യാപന ചടങ്ങിലാണ് പുരസ്കാരം സമ്മാനിച്ചത്. ലോക സമാധാനത്തിന് നടത്തിയ ശ്രമങ്ങൾക്കാണ് അംഗീകാരമെന്ന് ഫിഫ പ്രസിഡന്റ് ജിയാനി ഇൻഫന്റീനോ പറഞ്ഞു. അതേസമയം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തെക്കുറിച്ച് ഒരിക്കൽ കൂടി ട്രംപ് എടുത്തു പറഞ്ഞു. ഇത് തന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ബഹുമതികളിൽ ഒന്നാണെന്നും പുരസ്കാരങ്ങൾക്കപ്പുറം ദശലക്ഷക്കണക്കിന് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്നും പുരസ്കാരം സ്വീകരിച്ച ശേഷം ട്രംപ് പറഞ്ഞു. കോങ്കോ ഒരു ഉദാഹരണമാണ്. 10 ദശലക്ഷത്തിലധികം ആളുകൾ കൊല്ലപ്പെട്ടു. അത് തടയാൻ സഹായിക്കാൻ കഴിഞ്ഞു എന്നത് വളരെ അഭിമാനകരമാണ്. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷങ്ങൾ ഉൾപ്പെടെ നിരവധി സംഘർഷങ്ങളും അവസാനിപ്പിക്കാൻ കഴിഞ്ഞു. പല സംഘർഷങ്ങളും ആരംഭിക്കുന്നതിന് മുൻപ് തന്നെ അവസാനിപ്പിക്കാൻ സാധിച്ചു, ട്രംപ് പറഞ്ഞു. US, മെക്സിക്കോ, കാനഡ എന്നിവിടങ്ങളിലായി അടുത്ത വർഷം ജൂൺ 11 മുതൽ ജൂലൈ 19 വരെ നടക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന്റെ നറുക്കെടുപ്പ് നടക്കുന്ന വാഷിംഗ്ടണിലെ കെന്നഡി സെന്ററിലായിരുന്നു പുരസ്കാരദാന ചടങ്ങ്. ലോകത്തെ കൈകളിൽ താങ്ങി നിർത്തുന്നതായി ചിത്രീകരിക്കുന്ന ട്രംപിന്റെ പേര് ആലേഖനം ചെയ്ത സ്വർണ്ണ ട്രോഫിയും മെഡലുമാണ് സമ്മാനിച്ചത്. ഇന്റർനാഷണൽ ഡെസ്ക്, കേരള പ്രണാമം.